ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഭരണഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും രാജ്യപുരോഗതിക്കായുള്ള പ്രതിജ്ഞയും നിറവേറ്റണമെന്ന് ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങൾ കാർഷിക പരിഷ്കരണ നിയമങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 4,54,000-ഓളം പേർ. കേരളത്തിൽ ഇന്ന് 5,643 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മറ്റന്നാൾ മുതൽ കേരള തീരത്തുനിന്ന് കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. രണ്ടാം മത്സരം ജയിച്ചത് 51 റൺസിന്. ഐഎസ്എല്ലിൽ ജംഷഡ്പൂർ ഒഡീഷ മത്സരം സമനിലയിൽ. രണ്ടാം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ്സിയും തമ്മിൽ. വാർത്തകൾ വിശദമായി. ഒരു വ്യക്തി എന്ന നിലയിൽ ഭരണഘടന കൽപ്പിച്ചു തന്നിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും രാജ്യപുരോഗതിക്കായുള്ള പ്രതിജ്ഞ നിറവേറ്റാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ബാബാ സാഹിബ് അംബേദ്കറിന്റെ ചരമദിനമായ മഹാപരിനിർവാണ ദിവസം അടുത്ത മാസം 6-ന് രാജ്യം ആചരിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന. കോവിഡ് സാഹചര്യം പരിഗണിച്ച് വലിയ തോതിൽ ജനങ്ങൾ ഒത്തുകൂടുന്നതിന് മഹാരാഷ്ട്ര ഭരണകൂടം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അംബേദ്കറുടെ സമാധി സ്ഥലമായ ചൈത്യഭൂമിയിൽ അദ്ദേഹത്തിന് ആദരമർപ്പിക്കും. വർഷങ്ങളായുള്ള കർഷകരുടെ ആവശ്യങ്ങൾ കാർഷിക പരിഷ്കരണ നിയമങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. വിശദാംശങ്ങളുമായി ലിൻസ സിറാജ്. ആരാണോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകുന്നത് അവരാണ് സ്വദേശി എന്ന അരബിന്ദോയുടെ ആശയത്തിന് സമാനമാണ് വോക്കൽ ഫോർ ലോക്കൽ പ്രചാരണ പരിപാടിയെന്നും ശ്രീ മോദി പറഞ്ഞു. നാളെ ഗുരു നാനാക്ക് ദേവ്ജിയുടെ 551ാമത് പ്രകാശ് പർവം ആഘോഷിക്കുന്ന വേളയിൽ സമൂഹ ഭക്ഷണം എന്ന മാനവ സേവയുടെ ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സംസ്കാരവും ശാസ്ത്രവും എന്നും ലോകത്തെ ആകർഷിച്ചിട്ടുണ്ട്. ഡോക്ടർ സലിം അലിയുടെ 125ാം ജന്മവാർഷികാഘോഷങ്ങൾ പരാമർശിച്ച പ്രധാനമന്ത്രി പക്ഷി നിരീക്ഷണത്തിൽ താൽപര്യം കണ്ടെത്താൻ അഭ്യർത്ഥിച്ചു. കോവിഡിനെതിരായ ജാഗ്രത തുടരാനും ശ്രീ മോദി തന്റെ മൻ കി ബാത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. പ്രയാഗ്രാജ് വാരാണസി പാത ഇരട്ടിപ്പിക്കൽ പദ്ധതി അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി പദ്ധതിയും സാരനാഥിലെ പുരാവസ്തു കേന്ദ്രവും പ്രധാനമന്ത്രി സന്ദർശിക്കും. 2,500ഓളം കോടി രൂപ ചെലവിൽ 73 കിലോമീറ്റർ ദൂരത്തിൽ പണിതീർത്ത ദേശീയപാത 19 പ്രയാഗ്രാജിനും വാരാണസിക്കുമിടയിലെ യാത്രാദൈർഘ്യം 1 മണിക്കൂർ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കോവിഡ്-19 വാക്സിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട 3 സംഘങ്ങളുമായി വീഡിയോ കോൺഫറൻസിലൂടെ സംവദിക്കും. ജനോവ ബയോഫാർമ, ബയോളജിക്കൽ ഡോക്ടർ റെഡ്ഡീസ് എന്നീ 3 സ്ഥാപനങ്ങളുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുകയെന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് ട്വിറ്ററിലൂടെ അറിയിച്ചു. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 94 ലക്ഷത്തോടടുക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 41,810 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 42,298 പേർ രോഗമുക്തരായി. നിലവിൽ 4,54,000-ഓളം പേരാണ് ചികിത്സയിലുള്ളത്. ഇന്നലെ 496 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ 1,36,696 ആയി. 93.68% രോഗമുക്തി നിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6,26,00,000 കവിഞ്ഞു. ഇതിൽ 4,33,00,000-ലധികം പേർ രോഗമുക്തി നേടി. 14,60,000-ലേറെ പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. മെക്സിക്കോ, പോളണ്ട്, ഇറാൻ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,000-ലേറെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ആകെ രോഗബാധിതരിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് 5,643 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. 5,861 പേർ രോഗമുക്തരായി. 64,589 പേരാണ് കേരളത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത്. 27 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 2,223 ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 49,775 സാമ്പിളുകൾ പരിശോധിച്ചു. രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുരുനാനാക്ക് ദേവ് ജന്മവാർഷിക ദിനാശംസകൾ നേരുന്നതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. അഖണ്ഡത, സാഹോദര്യം, സേവന മനോഭാവം തുടങ്ങിയവയുടെ പാത ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന ഗുരുനാനാക്ക് ദേവിന്റെ ജീവിതവും ആദർശങ്ങളും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രചോദനമാണെന്നും അദ്ദേഹം തന്റെ സന്ദേശത്തിൽ വ്യക്തമാക്കി.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം. ഡൽഹിയിൽ പ്രതിഷേധം നടത്തുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ചർച്ചയ്ക്കായി ഡിസംബർ 3-ന് കേന്ദ്ര കൃഷിമന്ത്രി കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട്. കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും ആവശ്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ അമിത് ഷാ പറഞ്ഞു. രാജ്യത്തെ റെയിൽവേ മേഖലയിലെ അടിസ്ഥാന സൌകര്യ വികസനം, യാത്രക്കാരുടെ സൌകര്യങ്ങൾ തുടങ്ങിയവയ്ക്കായി കേന്ദ്ര സർക്കാർ വിപുലമായ പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. വൈദ്യുതീകരിച്ച ബന്ദിക്കുയി ദിഗവാഡ പാത രാഷ്ട്രത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ഇന്ത്യയുടെ താൽപര്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചു. ഇന്നലെ സീഷെൽസിലേക്കുള്ള 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം അദ്ദേഹം പൂർത്തിയാക്കി. സീഷെൽസ് പ്രസിഡന്റ് വേവൽ രാംകലവനെ സന്ദർശിച്ച ഡോക്ടർ ജയശങ്കർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അഭിനന്ദനം അറിയിച്ചു. ഇന്ത്യൻ സമുദ്രമേഖലയിലെ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും ആയുള്ള ഇന്ത്യയുടെ നയത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നാളെ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ സമിതി രാഷ്ട്രത്തലവന്മാരുടെ വെർച്വൽ യോഗത്തിൽ ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. വ്യാപാരം, സാമ്പത്തികം, നിക്ഷേപം, കോവിഡ് വെല്ലുവിളി നേരിടുന്നതിനുള്ള നടപടികൾ തുടങ്ങി വിവിധ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് സമിതി സെക്രട്ടറി ജനറൽ വ്ളാഡിമിർ നോറോവ് പ്രസാർഭാരതി പ്രതിനിധിയോട് പറഞ്ഞു. ഈ വർഷം നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പരമ്പരാഗത ഔഷധ മേഖലയിൽ പ്രവർത്തക സമിതി രൂപീകരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായവും അദ്ദേഹം പരാമർശിച്ചു. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ഇന്നലെ രാത്രി മാവോവാദികൾ നടത്തിയ സ്ഫോടനത്തിൽ ഒരു സിആർപിഎഫ് ഉദ്യോഗസ്ഥന് വീരമൃത്യു. സംഭവത്തിൽ 9 സുരക്ഷാ സൈനികർക്കും പരിക്കേറ്റു. സുക്മ ജില്ലയിലെ വനമേഖലയിൽ സംയുക്ത സുരക്ഷാ സംഘം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഡിസംബർ 1 മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ പ്രഭാവം കേരളത്തിലും വരാനുള്ള സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡിസംബർ 1 മുതൽ കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. അതിനാലാണ് കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നത് നാളെ അർദ്ധരാത്രിയോടെ പൂർണ്ണമായും നിരോധിച്ചത്. നിലവിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുള്ളവർ നാളെ അർദ്ധരാത്രിയോടെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത തീരത്തെത്തണം. ഓസ്ട്രേലിയയ്ക്കെതിരായ 2ാം ഏകദിനത്തിലും ഇന്ത്യയ്ക്ക് തോൽവി. 51 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. ടോസ് നേടി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റിന് 389 റൺസെടുത്തു. സ്റ്റീവ് സ്മിത്ത് 64 പന്തിൽ നേടിയ 104 റൺസാണ് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സിന് ചുക്കാൻ പിടിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയ്ക്ക് 50 ഓവറിൽ 9 വിക്കറ്റിന് 338 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതോടെ പരമ്പര ഇന്ത്യയ്ക്ക് നഷ്ടമായി. ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഡിസംബർ 2-ന് കാൻബറയിൽ നടക്കും. ISL ഫുട്ബോളിൽ ജംഷഡ്പൂരും ഒഡീഷയും തമ്മിലുള്ള കളി സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമും 2 ഗോൾ വീതം നേടി. 2ാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും ഏറ്റുമുട്ടുകയാണ്. ഈ സീസണിൽ കേരളത്തിന്റെ 3ാം മത്സരമാണ് ഗോവ വാംബോലിം സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ആദ്യത്തേതിൽ തോൽക്കുകയും 2ാം കളിയിൽ സമനില വഴങ്ങുകയും ചെയ്ത ബ്ലാസ്റ്റേഴ്സ് വിജയം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കുന്നതിന് മുൻപായി അദ്ദേഹം ഭാഗ്യലക്ഷ്മി ക്ഷേത്രം സന്ദർശിച്ചു. JP നദ്ദ, യോഗി ആദിത്യനാഥ് തുടങ്ങിയ മുതിർന്ന BJP നേതാക്കൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഡിസംബർ 7-ന് ആരംഭിക്കുന്ന കർണാടക നിയമസഭാ ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യും. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ഡിസംബർ 14-നും 15-നുമാകും വിഷയം ചർച്ച ചെയ്യുകയെന്ന് സ്പീക്കർ വിശ്വേശ്വർ ഹെഗ്ഡെ കാഗേരി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളും രാജ്യപുരോഗതിക്കായുള്ള പ്രതിജ്ഞയും നിറവേറ്റണമെന്ന് ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യങ്ങൾ കാർഷിക പരിഷ്കരണ നിയമങ്ങളിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളത് 4,54,000-ഓളം പേർ. കേരളത്തിൽ ഇന്ന് 5,643 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മറ്റന്നാൾ മുതൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് പൂർണ്ണ നിരോധനം. ഇന്ത്യയ്ക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഓസ്ട്രേലിയയ്ക്ക്. 2ാം മത്സരം ജയിച്ചത് 51 റൺസിന്. ISLൽ ജംഷഡ്പൂർ ഒഡീഷ മത്സരം സമനിലയിൽ. 2ാം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും തമ്മിൽ.
വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 9 മണിക്ക്.